ഹായ്, ഞാൻ അനുപ്രിയ. കറൻ്റ്ലി ഫൈനൽ MBBS സ്റ്റുഡൻറ്റ് അറ്റ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോഴിക്കോട്. സോ എല്ലാവർക്കും എക്സാംസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു എക്സാം സീസണാണ് വന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു സമയത്ത് എല്ലാവർക്കും ടെൻഷൻ ഉണ്ടായിരിക്കും, ലൈക്ക് ഇനിയും കുറേ പഠിക്കാനുണ്ടല്ലോ, ഇനിയുള്ള ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് പഠിച്ചു തീരാൻ പറ്റുമോ, അല്ലെങ്കിൽ മുന്നേ പഠിച്ച കാര്യങ്ങൾ ഓർമ്മയുണ്ടോ, അങ്ങനെ കുറേ കാര്യങ്ങളായിട്ട് ഭയങ്കരമായിട്ട് ടെൻഷനും ഒരു ഐഡിയ ഇല്ലാണ്ടൊക്കെ നടക്കുന്ന ഒരു ഫേസ് ആയിരിക്കും ഇപ്പോൾ മിക്ക ആൾക്കാർക്കും ഉണ്ടാവാം. സോ ഈ ഒരു സമയത്ത് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. സോ കുറച്ച് ടിപ്സ് ആസ് എ ചേച്ചി എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ഒരു കുഞ്ഞു വീഡിയോ ആയിട്ട് ആണ് ഇന്നുള്ളത്. സോ ഞാൻ ഒന്നുകൂടി പരിചയപ്പെടുത്താം. ഞാൻ +1 +2 സയൻസാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. സ്റ്റേറ്റ് സിലബസ് ആയിരുന്നു. അതിൽ നിന്ന് എനിക്ക് 1192 മാർക്ക് 1200 ടിപ്പ് നമ്പർ 1, ഇതെല്ലാവരും കേൾക്കുന്നത് തന്നെയാണ്, സ്റ്റഡി പ്ലാനിങ്. അതായത് നേരത്തെ തന്നെ ഒരു പ്ലാനിങ് കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റാക്കി വെക്കണം. അപ്പം എന്താ ചെയ്യുക, ഇന്ന് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ മുന്നേ തന്നെ നാളത്തേക്ക് എന്തൊക്കെ ചെയ്യുന്നുള്ളത് കൃത്യമായിട്ടൊരു പേപ്പറിൽ എവിടെയെങ്കിലും എഴുതി വെക്കുക. ഇത് ഞാൻ മുന്നത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമുക്കൊരു പ്ലാനിങ് നേരത്തെ ഉണ്ടാവണം. അല്ലെങ്കിൽ നിങ്ങൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഒരു ഉഷാറില്ലാത്തൊരു ദിവസമാണ്, അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇന്നൊന്നും ചെയ്യണില്ല എന്ന്. പക്ഷെ നേരത്തെ തന്നെ നിങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഉഷാറ് കുറവൊക്കെ മാറിക്കോളും, ഈ സാധനങ്ങൾ തീർക്കാനുണ്ടല്ലോ എന്നുള്ളൊരു തോന്നലുണ്ടാവും. പിന്നെ സ്റ്റഡി ചെയ്യുന്ന സമയത്ത് കുറേ ടെക്നിക്കുകളൊക്കെ ഉണ്ട്. അതിൽ ഞാൻ യൂസ് ചെയ്തിട്ടില്ല, പക്ഷെ എൻ്റെ ഫ്രണ്ട്സൊക്കെ യൂസ് ചെയ്തിട്ട് വർക്ക് ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുള്ള ടെക്നിക്കാണ് പൊമഡോറോ ടെക്നിക്ക്. അതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയണ്ടാവും, 25 മിനിറ്റ് ഒരു അലാറൊക്കെ വെച്ചിട്ട് എന്താ കൺസിസ്റ്റൻ്റ് ആയിട്ട് നന്നായിട്ട് ഫോക്കസ് ചെയ്തിട്ട് പഠിക്കുക. പിന്നെയുള്ള 5 മിനിറ്റ് നല്ലപോലെ എന്ത് ചെയ്യാം, കുറച്ച് റെസ്റ്റും കാര്യങ്ങളൊക്കെ എടുക്കുക. ഈ റെസ്റ്റ് കാര്യങ്ങൾ എടുക്കുന്ന സമയത്ത് പ്രത്യേകം നോട്ട് ചെയ്യേണ്ടത്, ഫോണൊന്നും പോയിട്ട് കളിക്കാൻ നിൽക്കരുത്. പിന്നെ നിങ്ങൾ ആ ഒരു 5 മിനിറ്റ് എന്നുള്ളത് വേണമെങ്കിൽ 10 മിനിറ്റ് 15 മിനിറ്റ് അരമണിക്കൂറും പിന്നെ ഞങ്ങൾ പോയി കിട്ടും. അപ്പോൾ ഡിസ്ട്രാക്ഷൻസ് ഉള്ള കാര്യങ്ങളൊന്നും ആ ഒരു 5 മിനിറ്റിൽ എടുക്കണ്ട. കുറച്ച് സ്നാക്സ് കഴിക്കുക, വെള്ളം കുടിക്കുക, കുറച്ച് എന്താ വീട്ടുകാരോടൊക്കെ സംസാരിക്കുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാം. ടിപ്പ് നമ്പർ 2, അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് പഠിച്ചാൽ മാത്രം മതി ഇല്ല, ആക്റ്റീവ് റീകോളിങ് ആ ഒരു സംഭവം വേണം. കുറേ പഠിക്കുന്നുണ്ടാവും, അപ്പം നമുക്കൊക്കെ ടെൻഷനാണ്. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ടെൻഷനായിരിക്കും, ഈ സാധനമൊക്കെ എനിക്ക് എക്സാം ഹോളിൽ നമുക്ക് എഴുതാൻ പറ്റുമോ, അങ്ങനെയൊക്കെ തോന്നും ഇല്ലേ. അപ്പോൾ ആക്റ്റീവ് റീകോളിംഗ് എന്ന് പറയുന്നത് വലിയൊരു എലമെൻ്റാണ്. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പാസീവായിട്ട് വെറുതെ ഇങ്ങനെ വായിച്ചു പോവുകയല്ല ചെയ്യേണ്ടത്. വീണ്ടും എന്ത് ചെയ്യുക, കാണാണ്ട് പഠിച്ചിട്ട് ഇങ്ങനെ കാണാണ്ട് പറയുന്ന ടൈപ്പ് ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പറയാൻ ശ്രമിച്ചു നോക്കുക. അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് മനസ്സിലിങ്ങനെ ഓർത്ത് വെക്കുക മെയിൻ പോയിന്റ് കാര്യങ്ങളൊക്കെ. പാസീവായിട്ട് വെറുതെ വായിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ്, വെറുതെ ആ വായിക്കുന്നപ്പോൾ ഒരു 10 മിനിറ്റ് നിങ്ങൾ ആ ഒരു ടോപ്പിക്ക് വായിക്കാടുത്തുന്നുണ്ടെങ്കിൽ ആ 10 മിനിറ്റും പോയി കിട്ടും, വെറുതെ നിങ്ങളുടെ എനർജിയും പോയി. ടിപ്പ് നമ്പർ 3, ഡിസ്ട്രാക്ഷൻസ് ഒഴിവാക്കുക. മിക്ക ആൾക്കാർക്കും മെയിൻലി ഇപ്പം ഉണ്ടാകുന്ന ഡിസ്ട്രാക്ഷൻ മിക്കവാറും ഫോണായിരിക്കും. അപ്പോൾ ഫോണൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ പഠിക്കുന്ന റൂം ഇവിടെയാണ്, ഒരു റൂം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ റൂമിൻ്റെ അടുത്തൊന്നും പരിസരത്തൊന്നും ഈ ഫോൺ വെക്കേണ്ട. വെക്കുകയാണെങ്കിൽ തന്നെ സൈലൻ്റ് ആക്കിയിട്ട് വെക്കുക. നോട്ടിഫിക്കേഷൻസ് കാര്യങ്ങളൊന്നും വന്നെങ്കിൽ ശ്രദ്ധിക്കാം, അങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ട. വേറെ ഏതെങ്കിലും റൂമിൽ കൊണ്ടുപോയി വെക്കുക, അല്ലെങ്കിൽ കിടക്കേൻ്റെ ചോട്ടിൽ വെക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് മാറ്റി വയ്ക്കുക. എനിക്കൊക്കെ ഞാൻ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഫോണില്ല. ഈ +1 +2 സമയത്തൊന്നും എനിക്ക് ഫോണില്ല, പാരൻസിൻ്റെ ഫോണാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് എൻ്റെ ഡിസ്ട്രാക്ഷൻ വരുന്നത് ബെഡാണ്. ബെഡ് കാണുന്നതിന് മുന്നേ തന്നെ ഓർക്കുമ്പോഴേ എനിക്ക് ഉറക്കം വരുമായിരുന്നു. സോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ബെഡിലിരുന്ന് പഠിക്കില്ല. അപ്പോൾ അത് പ്രശ്നമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ബെഡിലിരുന്ന് പഠിക്കണ്ട. ഇനിയിപ്പോൾ ടേബിള് ചിലപ്പോൾ ബെഡിനോട് ഫേസ് ചെയ്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ തിരിച്ചിട്ടോ എന്നിട്ട് പഠിക്കുക. അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ തന്നെ അതിനുള്ള പോംവഴികൾ കണ്ടുപിടിക്കണം. ടിപ്പ് നമ്പർ 4, ഉറക്കം, ഭക്ഷണം, എക്സസൈസ്. ഈ 3 കാര്യങ്ങളും ഒന്നിനൊന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഉറക്കം എന്ന് പറയുമ്പോൾ കുറേ നേരം ഇരുന്ന് പഠിക്കണം. അപ്പോൾ 24 മണിക്കൂറിൽ ഒരു 20 മണിക്കൂർ ഇരുന്ന് പഠിച്ചിട്ട് 4 മണിക്കൂർ ഉറക്കം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു സംഭവങ്ങളൊക്കെ വിചാരിക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ, ഇത് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്താ ഭയങ്കര അത്ഭുതം തോന്നുന്നുണ്ട്. ഞാൻ അങ്ങനെയൊക്കെ വിചാരിക്കുമായിരുന്നു, പക്ഷെ അങ്ങനെ നടക്കില്ല, അത് വേറെ കാര്യം. അതായത് നമുക്കൊരു 8 മണിക്കൂർ കൃത്യമായിട്ട് നല്ലൊരു സ്ലീപ്പ് കിട്ടണം. അങ്ങനെയാണെങ്കിലേ നമ്മൾ എന്ത് ചെയ്യുക, പഠിച്ചതൊക്കെ നമുക്ക് തലയിൽ നിൽക്കുള്ളൂ, എനർജി പെട്ടെന്ന് ഡ്രെയിൻ ഔട്ട് ആവാതെ ഇരിക്കുകയുള്ളൂ. അതേപോലെ തന്നെ ഭക്ഷണം, നല്ല ഭക്ഷണങ്ങൾ കഴിക്കുക. ഇപ്പോൾ ഉച്ചയ്ക്കൊക്കെ നല്ല ഹെവി ആയിട്ടൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഒരു ഉറക്കം വരും. പ്രത്യേകിച്ച് നമ്മൾ വീട്ടിലും കൂടിയാണ്. ക്ലാസ്സിലാണെങ്കിൽ പിന്നെ ഉറക്കം പിടിച്ചു വെച്ചിട്ടിരിക്കണം. വീട്ടിലിരുന്ന് പഠിക്കുന്ന സമയത്ത് എന്തായാലും ഉറക്കം വന്നു കഴിഞ്ഞാൽ നമ്മളൊന്ന് ഉറങ്ങാൻ പോയി നോക്കും. പിന്നെ ഒരു വൈകുന്നേരം എണീക്കും, പിന്നെ ചായ കുടിക്കും, പിന്നെ ഒരു എനർജി ഇല്ലാന്ന് തോന്നും, പിന്നെ അന്നത്തെ ദിവസം അങ്ങനെ പോകും. അപ്പോൾ അത്രയും നേരം നമുക്ക് വേസ്റ്റ് ആവും. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ ശ്രദ്ധിക്കണം. പിന്നെ എക്സസൈസ്, അതൊരു 10-15 മിനിറ്റ് ചെറുതായിട്ടൊന്ന് നടക്കേ, അങ്ങനെ എന്തെങ്കിലും കുറച്ച് നേരങ്ങൾ പഠിക്കാണ്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഒരു സാധനം വ്യായാമം ചെയ്യാം. എന്നുവെച്ചിട്ട് വല്ലാണ്ട് ഓടി കരച്ച് അങ്ങനെയൊന്നുമല്ല. ഇതൊക്കെ നമ്മുടെ എനർജി ഡ്രെയിൻ ഔട്ട് ആകാതെ കൃത്യമായിട്ട് നമുക്ക് ഫോക്കസ് ചെയ്തിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. ടിപ്പ് നമ്പർ 5, അത് കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് ആക്സെപ്റ്റിംഗ് ദ ഇംപെർഫെക്റ്റ് ഡേയ്സ്. ചില ദിവസങ്ങൾ അങ്ങനെയാണ്,
അതായത് ചില ദിവസം നമ്മൾ കുറേ പഠിച്ചിട്ടുണ്ടായിരിക്കും. ചിലപ്പോൾ ഒരു 3 മണിക്കൂറൊക്കെ എടുത്തിട്ട് ഒരു ടോപ്പിക്കൊക്കെ എടുത്ത് പഠിച്ചിട്ടുണ്ടായിരിക്കും. നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 3 മണിക്കൂർ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ ചിലപ്പോൾ ചില കാര്യങ്ങളൊന്നും ഓർമ്മയിൽ തന്നെ വന്നിട്ടുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ടെൻഷനായിരിക്കും. ലൈക്ക് ഞാൻ കുറേ നേരം ഇതിൽ എഫേർട്ട് ഇട്ടല്ലോ, പഠിക്കാൻ പറ്റിയില്ലല്ലോ, അല്ലെങ്കിൽ ഞാൻ വിചാരിച്ച അത്രയും ടോപ്പിക്സ് എനിക്ക് ഈ ദിവസം കവർ ചെയ്യാൻ പറ്റിയില്ലല്ലോ, ഇനിയുള്ള ദിവസങ്ങളെ പറ്റി ആലോചിച്ചിട്ട് ചിലപ്പോൾ ഇപ്പം തന്നെ എന്ത് ചെയ്യാം, ടെൻഷൻ അടിക്കാം. അങ്ങനെ ചില ദിവസങ്ങൾ അങ്ങനെയാണ്. അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് അത് ആക്സെപ്റ്റ് ചെയ്താൽ മാത്രം പോരാ, അത് വിചാരിച്ചിട്ട് ആക്സെപ്റ്റ് ചെയ്താൽ അങ്ങോട്ട് ഇരിക്കുകയല്ല വേണ്ടത്. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങളൊരു വലിയൊരു ഫുൾ സ്റ്റോപ്പ് ഇട്ട പോലെ ഇരിക്കും. പിന്നെ നിങ്ങൾക്ക് ആ ഒരു ദിവസം ഒന്നിനൊരു എനർജി ഇട്ടുണ്ടാവില്ല. സോ നേരത്തെ തലയിൽ തന്നെ നമ്മൾ ടിപ്പ് നമ്പർ 1 പറഞ്ഞ പോലെ, അതായത് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന അത്ര കംപ്ലീറ്റ് ചെയ്യാം. അതിനെപ്പറ്റി ആലോചിക്കേണ്ട. ചില ദിവസങ്ങൾ അങ്ങനെയാണ് ആക്സെപ്റ്റ് ചെയ്തിട്ട്, ആ റിയാലിറ്റിനെ ആക്സെപ്റ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ഭയങ്കര അൺപ്രൊഡക്റ്റീവായിട്ട് പോകാൻ ഉദ്ദേശിച്ച ഒരു ദിവസത്തിന് കുറച്ചെങ്കിലും എന്തെങ്കിലും എഫേർട്ട് നിങ്ങൾ ഇട്ടിട്ട് പ്രൊഡക്റ്റീവ് ആക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു എന്നുള്ളൊരു സമാധാനമെങ്കിലും ഉണ്ടാവില്ലേ. വെറുതെ ഇരിക്കുന്നതിനേക്കാളും അതല്ലേ നല്ലത്. ഒരു കാര്യം പറയട്ടെ, ടിപ്സ് കുറേ നിങ്ങൾ വേറെയും വീഡിയോസിലൊക്കെ കേൾക്കുന്നുണ്ടാവും. അങ്ങനെ ടിപ്സ് മാത്രം കേട്ടുകൊണ്ടിരുന്നാൽ പോരാ, നമ്മൾ തന്നെ കുറച്ച് എഫേർട്ടൊക്കെ ഇട്ടിട്ട് നിങ്ങളതിനെ ഔട്ട്പുട്ടാക്കി മാറ്റാൻ നോക്കണം. അല്ലെങ്കിൽ പിന്നെ ടിപ്സ് കേട്ടോണ്ടിരുന്നിട്ട് കാര്യമുണ്ടോ? അതായത് കുറേ ടിപ്സ് കേൾക്കുന്നുണ്ടാവും, പക്ഷേ അതിൽ കൂടെ എന്താ കിട്ടാൻ പോണത്? കുറേ ടൈം വേസ്റ്റ് ആയിട്ടുണ്ടാവും. അത് നിങ്ങൾ പ്രാവർത്തികമാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ. അപ്പോൾ ഈ പറഞ്ഞ ടിപ്സൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. സോ ഇത്രയും ടിപ്സ് ചേച്ചി പറഞ്ഞു തന്നു. ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ സ്റ്റഡി ലീവിന് നമുക്ക് 2 രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും. അതായത് ഒന്നെങ്കിൽ ഭയങ്കര പ്രൊഡക്റ്റീവായിട്ട് കൊണ്ടുപോകാം, അല്ലാത്തൊരു സൈഡ് ഭയങ്കര ലേസി ആയിട്ടുള്ള രീതിയിൽ കൊണ്ടുപോകാം. ലൈക്ക് ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നത് നിങ്ങൾ എങ്ങനെ ഈ സ്റ്റഡി ലീവിന് ഉപയോഗിക്കുന്നുള്ളതെന്ന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. കുറേ ടിപ്സ് കണ്ടാലും, ചേച്ചി നേരത്തെ പറഞ്ഞ പോലെ കുറേ ടിപ്സ് കണ്ടു എന്ന് വെച്ചിട്ട് നമ്മൾ ഭയങ്കര അടിപൊളിയായിട്ട് കൺസിസ്റ്റൻ്റ് ആവണം എന്ന് വിചാരിക്കുകയാണെങ്കിൽ കൂടി നമ്മളത് പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. സോ എല്ലാവരും ഭയങ്കര കൺസിസ്റ്റൻ്റ് ആയിട്ട്, എന്ന് വെച്ചാൽ ചില ദിവസം ഉഴപ്പിന്ന് വെച്ചാൽ അത് അതിനെപ്പറ്റി ആലോചിച്ചിരുന്ന സമയം കളയൊന്നും വേണ്ട, എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് പ്രൊഡക്റ്റീവ് ആക്കാൻ നോക്കുക. സോ നല്ല അടിപൊളിയായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിച്ചിട്ട് നല്ലോണം റിവൈസ് ഒക്കെ ചെയ്തിട്ട് എല്ലാവരും എക്സാമിന് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.